എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ലാബ് മോഡൽ ക്വസ്റ്റ്യൻ്റെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനായ ലാബ് 18 ഫങ്ഷൻസ്, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാബ് 18 ഫങ്ഷൻസ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ആൻസർ ഓൺലി 2 ക്വസ്റ്റ്യൻസ് ഹാവിങ് ടിക്ക് മാർക്ക്. Draw the graph of each of the following functions defined from R to R. Observe the graph and say whether the function is 1-to-1 or on-to. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന് 4 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് 4ഉം നമുക്കിവിടെ ചെയ്യാം. എന്നാൽ പരീക്ഷയ്ക്ക് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കൂ. അതിലേതാ കൃത്യമായിട്ട് 2 ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് നമ്മളിവിടെ 4 ക്വസ്റ്റ്യനും ചെയ്യുന്നു. അപ്പോൾ ഓരോ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരച്ചതിന് ശേഷം ആ ഗ്രാഫിൽ നിന്നും ഫംഗ്ഷൻ 1-to-1 ആണോ എന്നും on-to ആണോ എന്നുമാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്ന് 1-to-1 എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ on-to എങ്ങനെ മനസ്സിലാക്കാം എന്ന് പരിശോധിക്കാം. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്നും 1-to-1 എങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഏതെങ്കിലും ഒരു ലൈനെങ്കിലും ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ ടച്ച് ചെയ്തോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ പോവുകയാണെങ്കിൽ അത്തരം ഫങ്ഷൻസ് ഒന്നും 1-1 ഫങ്ഷൻ അല്ല. അതുപോലെ ഫങ്ഷൻ്റെ റേഞ്ചിൽ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസും ഗ്രാഫിനെ ഒരു പോയിൻറ്റിലെങ്കിലും ടച്ച് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയില്ല എങ്കിൽ അത്തരം ഫങ്ഷൻസ് ഒന്നും on-to അല്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് ഫങ്ഷൻ 1-1 ആണോ on-to ആണോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x³ - 3x² + 3 ആണ്. ഞാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x³ - 3x² + 3 ആണ്. അപ്പം ഞാൻ ഇവിടെ x³ - 3x² + 3 3x² + 3 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടി. ഇവിടെ -1നും 3ക്കും ഇടയിൽ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻസ് എല്ലാം ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഫംഗ്ഷൻ 1-1 അല്ല. ഇനി on-to ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ റേഞ്ച് സെറ്റ് 6ൽ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഏത് ലൈൻ എടുത്താലും അത് ഗ്രാഫിനെ ഒരു പോയിൻറ്റിലെങ്കിലും കട്ട് ചെയ്താണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ on-to ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത് 1-1 അല്ല, എന്നാൽ on-to ആണ്. അപ്പോൾ ഇത് നമുക്ക് ആൻസറിൽ കാണിക്കണം. ആൻസറിൽ എങ്ങനെ കാണിക്കാം? സിൻസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് meets the graph of the function at more than one point, the given function is not 1-1. ഇനി on-to പറയാനായിട്ട് ഹിയർ റേഞ്ച് ഓഫ് എഫ് ഈസ് ആർ ആൻഡ് ദ കോഡൊമൈൻ ഓഫ് എഫ് ഈസ് ഓൾസോ ആർ ആൻഡ് ഹെൻസ് ദ ഫങ്ഷൻ ഈസ് on-to. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2x² - 3x + 4 ആണ്. 2x² - 3x + 4. നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് ഹൈഡ് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2x² - 3x + 4 ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ ഫംഗ്ഷൻ 2x² - 3x + 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടി.
ഇവിടെ ഈ പോയിന്റിൽ നിന്നും ഇൻഫിനിറ്റി വരെയാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഏത് ലൈനും ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഫംഗ്ഷൻ 1 അല്ല. അതുപോലെ ഈ ഒരു പോയിൻറ്റിന് താഴോട്ട് എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനും ഗ്രാഫിനെ ടച്ച് ചെയ്ത് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു അല്ല. കാരണം ഇവിടെ റേഞ്ച് സെറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റ് മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച് സെറ്റ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന കോഡൊമൈൻ 6 ആണ്. അപ്പം കോഡൊമൈന് തുല്യമല്ല ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്. ഗ്രാഫിൽ നിന്ന് നമുക്ക് റേഞ്ച് മനസ്സിലാക്കുന്നത് കോഡൊമൈന് തുല്യം അല്ല എന്നുള്ളതാണ്. അപ്പോൾ റേഞ്ച് സെറ്റും കോഡൊമൈനും തുല്യം അല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു അല്ല. അപ്പോൾ ഇത് 1 അല്ല, ഓൺ ടു അല്ല. ഇതെങ്ങനെ നമുക്ക് ആൻസറിൽ കാണിക്കാമെന്ന് നോക്കാം. സിൻസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് മീറ്റ്സ് the graph of the function at more than one point, the given function is not 1. ഇനി ഓൺ ടുവിൻ്റെ കാര്യം. ഹിയർ ദ റേഞ്ച് ഓഫ് എഫ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ദ കോഡൊമൈൻ ഓഫ് എഫ് ഈസ് ആർ ആൻഡ് ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3x മൈനസ് 3 റൈസ് ടു എക്സ് ആണ്. 3x മൈനസ് 3 റൈസ് ടു എക്സ് 3x മൈനസ് 3 റൈസ് ടു എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് ഈ ഒരു പോയിന്റിലാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ താഴോട്ട് എക്സ് ആക്സിന് പാരലായിട്ട് ഏത് ലൈൻ വരച്ചാലും ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഫംഗ്ഷൻ 1 അല്ല. അതുപോലെ ഈ ഒരു പോയിൻറ്റിന് മുകളിലോട്ട് എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനും ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓൺ ടു അല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 അല്ല, ഓൺ ടു അല്ല. അപ്പോൾ ഇതും നമുക്ക് ആൻസറിൽ കാണിക്കണം. ഇവിടെ ആൻസർ കാണിക്കേണ്ട സിൻസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് മീറ്റ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് മോർ ദാൻ 1 പോയിൻറ്റ്, ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് 1. ഓൺ ടുവിൻ്റെ കേസ് ഹിയർ ദ റേഞ്ച് ഓഫ് എഫ് ഈസ് -∞ 0 and the codomain of f is r and hence the function is not on to. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ x പ്ലസ് ലോഗ് 2x ആണ്. x പ്ലസ് ലോഗ് 2x. അപ്പം ഞാനിവിടെ ഈ ഫംഗ്ഷൻ ഒന്ന് ഹൈഡ് ചെയ്തു. എന്നിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ x പ്ലസ് ലോഗ് 2x. അപ്പോൾ നമുക്ക് x പ്ലസ് ലോഗ് 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ കിട്ടി. ഇവിടെ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈനും ഫംഗ്ഷൻ്റെ ഗ്രാഫിന് ഒരേ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്ത് പോവുകയുള്ളൂ. അതുകൊണ്ട് ഫംഗ്ഷൻ 1 ആണ്. അതുപോലെ -∞ മുതൽ +∞ വരെ ഉള്ള റേഞ്ചിൽ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസും ഗ്രാഫിനെ ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ 1 ആണ്, ഓൺ ടു ആണ്. ഇത് നമുക്ക് ആൻസറിൽ കാണിക്കണം. എങ്ങനെ കാണിക്കാം? സിൻസ് ഓൾ ദ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് മീറ്റ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് 1 പോയിൻറ്റ്, ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1. ഓൺ ടുവിൻ്റെ കേസ് ഹിയർ ദ റേഞ്ച് ഓഫ് എഫ് ഈസ് ആർ ആൻഡ് ദ കോഡൊമൈൻ ഓഫ് എഫ് ഈസ് ഓൾസോ ആർ ആൻഡ് ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ. ഒബ്സർവ് ദ ഗ്രാഫ്. റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. അവിടെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 3 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടിക്ക് മാർക്ക് തരും. പക്ഷേ നമ്മളിവിടെ 3 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്നു. അപ്പം ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ റീഡിഫൈൻ ചെയ്തിട്ട് ഫംഗ്ഷൻ ബൈജക്ഷൻ അല്ലെങ്കിൽ 1 ഓൺ ടു ആവുന്ന രീതിയിൽ അതിൻ്റെ ഡൊമൈനെയും റേഞ്ചിനെയും റീഡിഫൈൻ ചെയ്ത് കാണിക്കണം. അതിൻ്റെ ഡൊമൈനും റേഞ്ചും റീഡിഫൈൻ ചെയ്തിട്ട് ഫംഗ്ഷന് 1 ഓൺ ടു ആക്കണം, അല്ലെങ്കിൽ ബൈജക്ഷൻ ആക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്?
എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡൊമൈൻ -∞ മുതൽ +∞ വരെയാണ്. -∞ -1 ഫംഗ്ഷൻ ഡിക്രീസിങ്ങും -1 to ∞ വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമാണ്. അപ്പോൾ ഇത് 1 ആവണമെങ്കിൽ ഞാനിതിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് -∞ -1 എന്നോ അല്ലെങ്കിൽ -1 എന്നോ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 ആയി മാറും. അതുപോലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന കോഡൊമൈൻ 2 to ∞ എന്നെടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ on2 ആവും. അപ്പോൾ അത് നമുക്ക് ആൻസറിൽ എങ്ങനെ കാണിക്കാം? ഫ്രം ദ ഗ്രാഫ് ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് -∞ ആൻഡ് ദ റേഞ്ച് ഓഫ് എഫ് ഈസ് to ∞. By observation the function is not 1 1 and on2. To become bijective, reduce the domain of f as -∞ -1 or -1 ∞ and codomain as 2 to ∞. അവിടെ കൃത്യമായിട്ടും ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റി എന്ന് തന്നെ കാണിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ log x - 2 the whole square ആണ്. log x - 2 the whole square. ഞാനിത് ഹൈഡ് ചെയ്തു. log x - 2 the whole square. ഇപ്പോൾ എനിക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഫംഗ്ഷൻ്റെ ഡൊമൈൻ 2 to ∞ ആണ്. അതുപോലെ റേഞ്ച് 0 ∞ ആണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡൊമൈൻ നമുക്ക് 2 to 3 എന്നും അല്ലെങ്കിൽ 3 to ∞ എന്നെടുത്താലും ഫംഗ്ഷൻ 1 1 ആയി മാറും. അതുപോലെ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ 0 ∞, 0 ക്ലോസ്ഡ് ആവണം, 0 ∞ എന്നെടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ on2 ആയി മാറും. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ കാണിക്കാം? ഫ്രം ദ ഗ്രാഫ് ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് 2 ∞ ആൻഡ് ദ റേഞ്ച് ഓഫ് എഫ് ഈസ് 0 ∞, ഇൻ്റർവൽ 0 ∞. By observation the function is not 1 1 and on2. To become bijective, reduce the domain of f as interval 2 3 or interval 3 ∞ and codomain as closed interval 0 open ∞. എന്നെടുത്താൽ നമുക്ക് ഫംഗ്ഷൻ ബൈജക്റ്റീവായി മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 4x - x² + 5 ആണ്. 4x - x² + 5. അപ്പോൾ ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ 4x - x² + 5. അപ്പോൾ 4x - x² + 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡൊമൈൻ -∞ +∞ ആണ്. -∞ മുതൽ 2 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും 2 to ∞ ഡിക്രീസിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് -∞ 2 എന്നോ അല്ലെങ്കിൽ 2 to ∞ എന്നോ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 1 ആവും. അത് ഇവിടെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന റേഞ്ച് -∞ 9 ആണ്. ഫംഗ്ഷൻ്റെ കോഡൊമൈൻ -∞ 9 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ on2 ആയി മാറും. അപ്പോൾ നമുക്ക് ആൻസറിൽ കാണിക്കാം. ഫ്രം ദ ഗ്രാഫ് ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് -∞ ആൻഡ് ദ റേഞ്ച് ഓഫ് എഫ് ഈസ് -∞ 9. By observation the function is not 1 1 and on2. To become bijective, reduce the domain of f as -∞ 2 or 2 ∞ and codomain as -∞ 9. ഇവിടെ 9 കൃത്യമായിട്ട് ക്ലോസ്ഡ് കാണിക്കണം.
അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ദ ആപ്ലെറ്റ് Q5 ടു ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് എബൌട്ട് ദ ആപ്ലെറ്റ്. നമുക്കൊരു ആപ്ലെറ്റ് തന്നിരിക്കും. ആ ആപ്ലെറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻസ് എഫ്(x) = x³ ആൻഡ് gx = sin x ആർ ഗിവൺ. വി ക്യാൻ എഡിറ്റ് ദ ഫംഗ്ഷൻസ് യൂസിങ് ദ ഇൻപുട്ട് ബോക്സസ്. ദ സ്ട്രെയിറ്റ് ലൈൻ y = x ഈസ് ഓൾസോ ഗിവൺ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, we can move the point A along the graph of the function f of x using the slider A. We can change the value of A using the input box. നമ്മൾ ആ ആപ്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് f(x) = x³ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫ് ഇതാണ്. അതുപോലെ g of x = sin x എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. അതുപോലെ സ്ലൈഡർ A എന്ന് പറയുന്നൊരു സ്ലൈഡർ, ഇതിന് മൂന്നിനും നമുക്ക് ഇൻപുട്ട് ബോക്സ് തന്നിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ പോയിന്റിൽ y = x എന്ന് പറയുന്നൊരു ലൈൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് y = x എന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ y = x എന്ന് പറയുന്ന ലൈനും നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ ഇൻപുട്ട് ബോക്സിനകത്ത് ഇത് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതിൽ ഫങ്ഷൻസോ അല്ലെങ്കിൽ എയുടെ വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. നമുക്കിനി അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ് എ ഈസ് എ എഫ് ഓഫ് എ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ്സ് ബി സി ആൻഡ് ഡി. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എ എഫ് ഓഫ് എ ആണെങ്കിൽ ബിയുടെയും സിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് നമുക്ക് കാണിക്കണം. ഇവിടെ താണ്ട എ എന്ന് പറയുന്ന പോയിൻ്റ് കോർഡിനേറ്റ്സ് എ എഫ് ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ്സ്, എയുടെ വൈ കോർഡിനേറ്റും ബിയുടെ വൈ കോർഡിനേറ്റും സെയിം ആയതുകൊണ്ട് ബിയുടെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇനി y = x എന്ന് പറയുന്ന ലൈനിലെ പോയിൻ്റാണ് ബി. അപ്പോൾ അവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തുല്യമാണ്. അതുകൊണ്ട് ബിയുടെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റും എഫ് ഓഫ് എ തന്നെ ആയിരിക്കും. അപ്പം കോർഡിനേറ്റ്സ് ഓഫ് ബി എന്തോ കിട്ടും? എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇനി നമുക്ക് സിയിലോട്ട് വന്നാൽ ബിയുടെയും സിയുടെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് സിയുടെ എക്സ് കോർഡിനേറ്റ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇനി ഇത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിലെ പോയിൻ്റാണ് സി. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ജി വാല്യൂ ആയിരിക്കും സിയുടെ വൈ കോർഡിനേറ്റ്. അപ്പം എക്സ് കോർഡിനേറ്റ് എഫ് ഓഫ് എ ആയതുകൊണ്ട് സിയുടെ വൈ കോർഡിനേറ്റ് ജി ഓഫ് എഫ് ഓഫ് എ എന്നുള്ള പോയിൻ്റ് ആയിരിക്കും. അപ്പം സിയുടെ പോയിൻ്റ് ഏതൊക്കെ കിട്ടും? എഫ് ഓഫ് എ, ജി ഓഫ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇനി ഡി എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എയുടെ എക്സ് കോർഡിനേറ്റ് തന്നെ. അപ്പോൾ നമുക്ക് എന്ന് ഡിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടും. അതുപോലെ ഡിയുടെ വൈ കോർഡിനേറ്റ് സിയുടെ വൈ കോർഡിനേറ്റ് ആണ്. അപ്പം ജി ഓഫ് എഫ് ഓഫ് എ ആണ്. അപ്പം ഡിയുടെ കോർഡിനേറ്റ്സ് എ ജി ഓഫ് എഫ് ഓഫ് എ എന്ന് കിട്ടും. അപ്പം 3 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ബി എഫ് ഓഫ് എ എന്ന് കിട്ടി, സി എഫ് ഓഫ് എ ജി ഓഫ് എഫ് ഓഫ് എ എന്ന് കിട്ടി, ഡി എ ജി ഓഫ് എഫ് ഓഫ് എ എന്ന് കിട്ടി. ഇത് നമുക്ക് ആൻസർ ഷീറ്റിൽ കാണിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക്. യൂസിങ് ദിസ് ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1.3 ദ ഹോൾ ക്യൂബ് ആൻഡ് സൈൻ 1.3 ദ ഹോൾ ക്യൂബ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ 1.3 ദ ഹോൾ ക്യൂബ് ആയതുകൊണ്ട് ഞാനിവിടെ എയുടെ വാല്യൂ 1.3 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എയും ബിയും സിയും ഡിയും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എയുടെ വാല്യൂ 1.3 ആണെങ്കിൽ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് വെച്ചാൽ എ ക്യൂബായി മാറും. അപ്പോൾ ഇവിടെ എയുടെ കോർഡിനേറ്റ്സ് നോക്കിയാൽ എയുടെ കോർഡിനേറ്റ്സ് എയും എഫ് ഓഫ് എയും അല്ലേ. എ 1.3 ആകുമ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ക്യൂബ്. അപ്പോൾ എ ക്യൂബിൻ്റെ വാല്യൂ എന്തായി മാറും? 2.2 എന്ന് കിട്ടും. അപ്പോൾ 1.3 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 2.2 ആണ്. ഓപ്ഷൻസ് എടുത്തിട്ട് റൗണ്ടിങ് ഡെസിമൽ അത് 3 ഡെസിമൽ ആക്കിയാൽ നമുക്ക് 3 ഡെസിമലിന് കറക്റ്റായിട്ട് വാല്യൂ കിട്ടും. അപ്പം 1.3 ക്യൂബ് 2.197 എന്ന് കിട്ടും.
2.197 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് വേണ്ടത് സൈൻ എക്സ് ക്യൂബ് ആണ്. സൈൻ എക്സ് ക്യൂബ് കിട്ടുന്നത് എവിടെയാണ്? അത് ജി ഓഫ് എഫ് ഓഫ് എയിലാണ്. അതായത് എയുടെ വാല്യൂ 1.3 ആകുമ്പോൾ എഫ് ഓഫ് എ 1.3 ദ ഹോൾ ക്യൂബ് ആവും. അപ്പം ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് സൈൻ 1.3 ദ ഹോൾ ക്യൂബ് ആവും. അപ്പം നമുക്ക് കിട്ടുന്ന ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് സിയുടെ വൈ കോർഡിനേറ്റ് ആണ്. സിയുടെ വൈ കോർഡിനേറ്റ് എന്താ കിട്ടുന്നത്? 0.81 ആണ്. അപ്പം സൈൻ 1.3 ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ 0.81 എന്ന് കിട്ടും. ഇത് നമുക്ക് ആൻസറിൽ കാണിക്കാവുന്നത് എഡിറ്റ് ദ വാല്യൂ ഓഫ് എ ആസ് 1.3. ദെൻ ഫ്രം ദ ഗ്രാഫ് വി ഗെറ്റ് 1.3 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു വൈ കോർഡിനേറ്റ് ഓഫ് എ ഈക്വൽ ടു 2.197. സൈൻ 1.3 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു വൈ കോർഡിനേറ്റ് ഓഫ് ഡി ഈക്വൽ ടു 0.81. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൈൻ 8 ആണ്. സൈൻ 8ന് നമുക്ക് സൈൻ 2 ക്യൂബ് എന്ന് കൊടുക്കാം. സൈൻ 2 ക്യൂബാണ് സൈൻ 8. അപ്പോൾ സൈൻ 8 കിട്ടാൻ നമുക്കിവിടെ എയുടെ വാല്യൂ 2 എന്ന് ആക്കി കൊടുക്കാം. സൈൻ 8 എന്നതിന് സൈൻ 2 ക്യൂബാണ്. സൈൻ 2 ക്യൂബ് എന്ന് വെച്ചാൽ സിയുടെ അല്ലെങ്കിൽ ഡിയുടെ വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഏതാണ്? 0.989 എന്ന് കിട്ടും. അപ്പം സൈൻ 8 എന്ന് വെച്ചാൽ 0.989 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ആൻസർ ഇങ്ങനെ കാണിക്കാം. എഡിറ്റ് ദ വാല്യൂ ഓഫ് എ ആസ് 2. ദെൻ ഫ്രം ദ ഗ്രാഫ് വി ഗെറ്റ് സൈൻ 8 ഈക്വൽ ടു സൈൻ 2 ക്യൂബ് ഈക്വൽ ടു വൈ കോർഡിനേറ്റ് ഓഫ് ഡി ഈക്വൽ ടു 0.989 എന്ന് കിട്ടും. അടുത്തതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ -8 എന്ന് വെച്ചാൽ സൈൻ -2 ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ -2 ദ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ സൈൻ -8. അപ്പോൾ സൈൻ -8 എന്ന് പറയുന്നത് ഡിയുടെ വൈ കോർഡിനേറ്റ് അതെന്താണ്? -0.989 എന്ന് കിട്ടും. അപ്പോൾ സൈൻ -8 എന്ന് വെച്ചാൽ -0.989 എന്ന് കിട്ടി. നമുക്ക് ആൻസറിൽ കാണിക്കാം. എഡിറ്റ് ദ വാല്യൂ ഓഫ് എ ആസ് -2. ദെൻ ഫ്രം ദ ഗ്രാഫ് വി ഗെറ്റ് സൈൻ -8 ഈക്വൽ ടു സൈൻ -2 ക്യൂബ് ഈക്വൽ ടു വൈ കോർഡിനേറ്റ് ഓഫ് ഡി ഈക്വൽ ടു -0.989 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക്. ഇവിടെ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എഡിറ്റ് ദ ഫങ്ഷൻസ് എഫ് ആൻഡ് ജി സ്യൂട്ടബിളി ആൻഡ് ഫൈൻഡ് ദ ഫോളോയിങ് വാല്യൂസ്. ട്രേസ് ദ പോയിന്റ് സി ആൻഡ് ഐഡൻറ്റിഫൈ ദ കർവ് ട്രേസ്ഡ്. ഓക്കെ, നമുക്കിതിൽ ഒന്നാമത്തത് കോസ് 2.1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് 2.1 ദ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ എന്നും ജി ഓഫ് എക്സ് കോസ് എക്സ് എന്നും എടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, അതുപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ് പറഞ്ഞത്? കോസ് 2.1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കോസ് 2.1 കിട്ടാൻ എയുടെ വാല്യൂ 2.1 എന്നെടുക്കാം. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ കോസ് 2.1 ദ ഹോൾ സ്ക്വയർ കിട്ടണമെങ്കിൽ എയുടെ വാല്യൂ 2.1 ആകുമ്പോൾ എഫ് ഓഫ് എന്ന് പറയുന്നത് 2.1 ദ ഹോൾ സ്ക്വയർ ആവും. ജി ഓഫ് എഫ് ഓഫ് എന്ന് പറയുന്നതാണ് കോസ് 2.1 ദ ഹോൾ സ്ക്വയർ. അത് ജി ഓഫ് എഫ് ഓഫ് എന്ന് പറയുന്നത് സിയുടെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിയുടെ വൈ കോർഡിനേറ്റ് ആണ്. അപ്പം ഡിയുടെ വൈ കോർഡിനേറ്റ് എന്ത് കിട്ടും? -0.298 എന്ന് കിട്ടും. അപ്പം കോസ് 2.1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു -0.298. ഇനി ഇത് നമുക്ക് ലോക്കസ് ഒന്ന് നോക്കാം. ലോക്കസ് നോക്കുമ്പോൾ നമുക്ക് ദാണ്ട ഇവിടെ കിട്ടും. ഈ ലോക്കസ് എന്ന് പറയുന്ന കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലോക്കസാണ്. കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലോക്കസാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ആൻസറിൽ കാണിക്കാവുന്നത് എഡിറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ആസ് കോസ് എക്സ് ആൻഡ് എ ആസ് 2.1. സോ വി ഗെറ്റ്
cos 2.1 the whole square equal to y coordinate of d equal to -0.298. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ സ്ക്വയർ 3 ആണ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എന്നും ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ എന്നും എടുക്കാം. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എന്നും ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ എന്നും എടുക്കാം. അതിനുശേഷം എയുടെ വാല്യൂ 3 എന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ, അതിനുശേഷം എയുടെ വാല്യൂ 3. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ 3 ആകുമ്പോൾ സൈൻ 3 എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. സൈൻ 3 എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. സൈൻ സ്ക്വയർ 3 അതിൻ്റെ സ്ക്വയർ, അതായത് സൈൻ സ്ക്വയർ 3 എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഒന്നുകിൽ സിയുടെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിൻ്റ് വൈ കോർഡിനേറ്റ്. അതെന്ത് കിട്ടി? 0.02 എന്ന് കിട്ടും. ഡിയുടെ വൈ കോർഡിനേറ്റ് 0.02 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ 3 എന്ന് പറയുന്ന .02 എന്ന് കിട്ടി. അടുത്ത ഇതിൻ്റെ ലോക്കസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് ആ ലോക്കസ്. ഓക്കെ, ഇവിടെ നമുക്ക് ആൻസർ കാണിക്കാം. എഡിറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ്, ജി ഓഫ് എക്സ് ആസ് എക്സ് സ്ക്വയർ ആൻഡ് എ ആസ് 3. So we get sin square 3 equal to y coordinate of d equal to .02. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ലോഗ് സൈൻ 1.5. ലോഗ് സൈൻ 1.5. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എന്നും ജി ഓഫ് എക്സ് ലോഗ് എക്സ് എന്നും എടുക്കാം. എന്നിട്ട് എയുടെ വാല്യൂ 1.5 കൊടുക്കാം. ഏതാണ്? എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, ജി ഓഫ് എക്സ് ലോഗ് എക്സ്, എയുടെ വാല്യൂ 1.5. എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, ജി ഓഫ് എക്സ് ലോഗ് എക്സ്, അതിനുശേഷം എയുടെ വാല്യൂ 1.5. ഇപ്പോൾ എയുടെ വാല്യൂ 1.5 ആണെങ്കിൽ സൈൻ 1.5 എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആവും. എയുടെ വാല്യൂ 1.5 ആകുമ്പോൾ സൈൻ 1.5 എഫ് ഓഫ് എ ആവും. അതിൽ നിന്ന് ലോഗ് സൈൻ 1.5 എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എ ആവും. അപ്പം ഇവിടെ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എ, അതായത് ലോഗ് സൈൻ 1.5 എന്ന് പറയുന്നത് ഡിയുടെ വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് സൈൻ 1.5 ഈക്വൽ ടു -0.03 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആൻസറിൽ കാണിക്കണം. ഇവിടെ നമുക്ക് കാണിക്കാവുന്നത് എഡിറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ്, ജി ഓഫ് എക്സ് ആസ് ലോഗ് എക്സ് ആൻഡ് എ ആസ് 1.5. സോ വി ഗെറ്റ് ലോഗ് സൈൻ 1.5 ഈക്വൽ ടു y coordinate of d equal to -0.003. ഓക്കെ, നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസറും ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചോയ്സ് ഉണ്ടെങ്കിലും ക്വസ്റ്റ്യനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറായി പോകണം. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ പലയാവർത്തി കണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കും എന്നുള്ള വിശ്വാസത്തിൽ നല്ലതുപോലെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.